സ്റ്റോറി ടൈം വേറൊന്നുമില്ല, ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാ. അതായത് ഞാൻ ഈ കുഞ്ഞിലെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഉറക്കം ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കൂട്ടത്തില. അതായത് ബസ്സിൽ കയറിയാലോ കാറിൽ കയറിയാലോ ട്രെയിനിൽ കയറിയാലോ കയറി ഇരുന്ന് എനിക്ക് അപ്പം ഉറങ്ങണം, അതെന്റെ ശീലം. ഞാൻ നിന്നുകൊണ്ട് വരെ ഉറങ്ങും. അങ്ങനത്തെ ഒരു സ്ലീപ്പി പേഴ്സണാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാർക്ക് എന്നെ പുറത്ത് എവിടെയെങ്കിലും വിടാൻ ഭയങ്കര പേടിയാണ്. എസ്പെഷ്യലി ഞാൻ കോയമ്പത്തൂര് UG പഠിക്കാൻ വന്ന സമയത്ത് ഇവർക്ക് എന്നെ വിടാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാനെങ്ങാനും ഇന്റർസിറ്റി കയറിയിട്ട് ഉറങ്ങിയെങ്ങാനും പോയി ബാംഗ്ലൂർ ഇറങ്ങിയാലോ, അതുകൊണ്ട് അടിക്കടി അവരെ വിളിച്ചോണ്ടേയിരിക്കും. എത്തുന്ന വരെ സമാധാനം ഉണ്ടാവില്ല, വിളിച്ചിട്ടേ ഇരിക്കും. പിന്നെ ഇപ്പൊ ശീലമായതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല, അവര് അവെയറാണ്, ഞാൻ ഓക്കെ ആണെന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് അവർക്കുണ്ട്. ഇതിൽ ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ വീട്ടില് ബസ്സിന് പോവാ. അപ്പോൾ അമ്മ ഓപ്പോസിറ്റ് സൈഡിലെ ഫ്രണ്ടിലെ സീറ്റിലും ഞാൻ വിൻഡോ സീറ്റിലും ഇപ്പുറത്തെ സൈഡിലിരിക്കുക പുറകില്. ഞാൻ ആസ് ഓൾവേസ് ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉറങ്ങും. അങ്ങനെ ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എണീറ്റിരിക്കുക, ഉറങ്ങല്ലേ, സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റു. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഇടയ്ക്കെപ്പോഴോ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ കുറച്ചേരം ഇങ്ങനെ ഇരുന്ന് കീഴ് പോയ പോലെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടക്ടറും ഡ്രൈവറും എന്നെ നോക്കുന്നുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ ഞാനും ഇങ്ങനെ ഇവരെന്താ എന്നെ നോക്കുന്നത്, ഇങ്ങനെ എന്റെ ഡ്രസ്സിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, ആദ്യം ബീങ് സോ ജഡ്ജ്മെന്റൽ എന്നുള്ള രീതിക്ക് ഞാൻ ജഡ്ജ് ചെയ്തോണ്ടിരിക്കുക. ആൻഡ് സ്റ്റോപ്പ് എത്തി, ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇവരെന്നെ ഇങ്ങനെ ഭയങ്കര നോക്കുന്നുണ്ടായിരുന്നു, എന്താ അറിയില്ല എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് അമ്മേനോട് പറയണേ, നീ വായും പിടിച്ച് കിടന്ന് ഉറങ്ങിയാ നിന്നെ അവരെങ്ങനെ നോക്കാതിരിക്കുന്നത്, ആ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറിനല്ല ഉണ്ടായിരുന്ന ആൾക്കാർ മൊത്തം നിന്നെ നോക്കൊണ്ടിരുന്നേന്ന് പറഞ്ഞു. ദാറ്റ്സ് വെൻ ഐ റിയലൈസ്ഡ് ദാറ്റ് ഞാൻ വായും പിടിച്ചായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ഇത്രയും പ്രായമുള്ള കൊച്ച് വായും പിടിച്ച് ബസ്സിൽ കിടന്നുറങ്ങുമ്പോൾ നോക്കുന്നതിൽ അതിഷ്ടമൊന്നും പറയാനില്ല. കേട്ടപ്പോഴാണ് ഐ റിയലി ഗോട്ട് എംബാരസ്ഡ്. അവരൊക്കെ എന്നെ ആക്കിയായിരിക്കില്ലേ നോക്കിയിട്ടുണ്ടാവുക, എന്തോ ഒരു ചിരിച്ചിട്ടുണ്ടാവും ഈ കൊച്ചു വായും പിടിച്ച് കിടക്കണം കണ്ടിട്ട്. ഭയങ്കര മോശമായി പോയില്ലേ. അതുകൊണ്ട് എപ്പോ ബസ്സിൽ കയറിയാലും ഞാൻ ആ ഒരു ബോധത്തിലായിരിക്കും ഇരിക്കുന്നത്, ഉറങ്ങരുത് എന്നുള്ള രീതിക്ക്. ഭയങ്കര ഉറങ്ങിപ്പോയാൽ തന്നെ വാ തുറക്കുന്നുണ്ടോ എന്ന് കോൺഷ്യസിൽ കിടക്കും. ദിസ് ഇസ് ദ തിങ് വാട്ട് ഐ എം കറന്റ്ലി ഡൂയിങ് ഓൾവേസ്. അല്ലെങ്കിൽ ചില തല ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് കിടന്നുറങ്ങും. എന്ത് ഗതികേടാണ് അല്ലേ? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരെ? പറയ്, കമന്റ് ചെയ്യ്, അവർക്ക് കഴിച്ചു കൊടുക്ക്. ഓക്കെ.